ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉദയത്തിലേക്ക് എന്ന രണ്ടാം അധ്യായത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ദേശീയതയും സ്വാതന്ത്ര്യ സമരവുമാണ് ഇതിന്റെ പ്രധാന വിഷയം. സ്വാതന്ത്ര്യത്തിനു മുൻപ് ഇന്ത്യ വിവിധ സംസ്കാരങ്ങളും ഭാഷകളും വേഷങ്ങളുമുള്ള നിരവധി നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ശക്തമായ വികാരം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം വളർത്തി. ഈ ഐക്യബോധത്തെയാണ് നാം ദേശീയത എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ദേശീയതയെ ശക്തിപ്പെടുത്തിയ പ്രധാന ഘടകങ്ങൾ ഇവയാണ്: ബ്രിട്ടീഷ് സാമ്പത്തിക നയം, പാശ്ചാത്യ വിദ്യാഭ്യാസം, സാഹിത്യവും പത്രങ്ങളും, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, കൂടാതെ ഗതാഗത ആശയവിനിമയ സൗകര്യങ്ങൾ. ബ്രിട്ടീഷ് സാമ്പത്തിക നയം ഇന്ത്യയെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വിപണിയാക്കി മാറ്റി. ഈ ചൂഷണം ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമായി. ദാദാഭായ് നവറോജി, ആർ.സി. ദത്ത് തുടങ്ങിയ നേതാക്കൾ ഇതിനെതിരെ പഠനങ്ങൾ നടത്തുകയും നവറോജി തന്റെ പ്രശസ്തമായ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിക്കുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി. ഇംഗ്ലീഷ് ഭാഷ രാജ്യത്തുടനീളമുള്ള ആളുകൾക്ക് ആശയവിനിമയം നടത്താൻ ഒരു പൊതുമാധ്യമമായി മാറി. സാഹിത്യവും പത്രങ്ങളും ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ നിർണായകമായി. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയവർ ഇതിനായി പ്രവർത്തിച്ചു. രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങളും ശ്രദ്ധേയമാണ്. പത്രങ്ങളെ നിയന്ത്രിക്കാൻ ലിറ്റൻ പ്രഭു വെർനാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കി. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. രാജാറാം മോഹൻ റോയ് സതി നിർത്തലാക്കാനും ബ്രഹ്മസമാജം സ്ഥാപിക്കാനും നേതൃത്വം നൽകി. മഹാരാഷ്ട്രയിൽ ജ്യോതിറാവ് ഫൂലെ സത്യശോധക് സമാജ് രൂപീകരിക്കുകയും ദളിതർക്കും സ്ത്രീകൾക്കുമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും ചെയ്തു. കർണാടകയിൽ പണ്ഡിത രമാഭായി ശൈശവ വിവാഹത്തിനെതിരെ പോരാടുകയും ആര്യ മഹിളാ സമാജം, ശാരദാ സദൻ എന്നിവ സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ആത്മാറാം പാണ്ഡുരംഗിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സമാജവും പ്രവർത്തിച്ചു. മറ്റ് പ്രധാന പ്രസ്ഥാനങ്ങൾ ഇവയാണ്: സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം, സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അലിഗഡ് പ്രസ്ഥാനം, സ്വാമി വിവേകാനന്ദന്റെ രാമകൃഷ്ണ മിഷൻ, ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സാധുജന പരിപാലന സംഘം എന്നിവ. ബ്രിട്ടീഷുകാർ വികസിപ്പിച്ച റെയിൽവേ, തപാൽ, ടെലിഗ്രാഫ് സൗകര്യങ്ങൾ യാത്രയും ആശയവിനിമയവും സുഗമമാക്കി. ഇത് ദേശീയ ഐക്യബോധം വളർത്താൻ സഹായിച്ചു. അതുപോലെ ബ്രിട്ടീഷ് ഭരണകൂടം കൊണ്ടുവന്ന ഏകീകൃത നിയമങ്ങളും കറൻസി സംവിധാനവും ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ കാരണമായി. ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് മഹാജനസഭ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകൾ നിലവിൽ വന്നു. എന്നാൽ ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിൽ മാത്രം ഒതുങ്ങി നിന്നതും നേതൃത്വം സമ്പന്നർക്കും മധ്യവർഗക്കാർക്കുമായിരുന്നതും ഒരു പരിമിതിയായിരുന്നു. അങ്ങനെ 1885-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. ഡിസംബർ 28-ന് ബോംബെയിലാണ് ആദ്യ സമ്മേളനം നടന്നത്. 72 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിന് അലൻ ഒക്ടേവിയൻ ഹ്യൂം നേതൃത്വം നൽകി. W.C. ബാനർജിയായിരുന്നു ആദ്യ പ്രസിഡന്റ്. കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയായിരുന്നു: പ്രവർത്തകർക്കിടയിൽ സൗഹൃദം വളർത്തുക, ജാതിമത ഭേദമന്യേ ദേശീയ ഐക്യം നിലനിർത്തുക, പൊതു ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുക, ജനാഭിപ്രായം സ്വരൂപിക്കുക, കൂടാതെ ഇന്ത്യയിൽ മത്സര പരീക്ഷകൾ നടത്താൻ അനുവദിക്കുക. ഈ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തയ്യബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, ആർ.സി. ദത്ത് എന്നിവർ ഉൾപ്പെടുന്നു. അവസാനമായി 1905-ൽ ബംഗാൾ വിഭജനം നടന്നു. കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ ഈ വിഭജനം ദേശീയ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള തന്ത്രമായിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും 1905 ഒക്ടോബർ 16 ദുഃഖാചരണമായി ആചരിക്കുകയും ചെയ്തു. രബീന്ദ്രനാഥ ടാഗോറിന്റെ അമർ സോനാർ ബംഗ്ല അന്ന് ആലപിക്കപ്പെട്ടു. ബംഗാൾ വിഭജനത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ് സ്വദേശി പ്രസ്ഥാനം. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ഊർജം പകർന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന രീതി. ആത്മനിർഭരത അഥവാ സ്വയം പര്യാപ്തതയായിരുന്നു ഇതിന്റെ മുഖ്യ ആശയം. സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അണിനിരന്നു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിരവധി സംരംഭങ്ങൾ ആരംഭിച്ചു. ബംഗാൾ കെമിക്കൽ സ്റ്റോർ, സ്വദേശി സ്റ്റോർ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, സ്റ്റീൽ ഫാക്ടറി എന്നിവ ഇതിൽ പ്രധാനമാണ്. കൂടാതെ കൈത്തറി സ്ഥാപനങ്ങളും ദേശീയ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഉയർന്നുവന്നു. ഇക്കാലത്ത് കോൺഗ്രസിൽ മിതവാദികളും തീവ്രവാദികളും എന്ന രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ചർച്ചകളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നവരായിരുന്നു മിതവാദികൾ. എന്നാൽ സ്വാതന്ത്ര്യം നേടാൻ ശക്തമായ പോരാട്ടവും ബഹിഷ്കരണവും വേണമെന്ന് തീവ്രവാദികൾ വാദിച്ചു. 1907-ലെ സൂറത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും കോൺഗ്രസ് പിളരുകയും ചെയ്തു.
ബ്രിട്ടീഷുകാർ ഇതിനെ ഭിന്നിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിലൂടെ മുതലെടുത്തു. 1909-ൽ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചതും നിയമനിർമ്മാണ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചതുമായിരുന്നു ഇതിന്റെ പ്രത്യേകത. 1906-ൽ രൂപീകൃതമായ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പ്രത്യേക പ്രാതിനിധ്യം ആവശ്യപ്പെട്ടിരുന്നു. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് 1914-ൽ ആനി ബെസന്റും ബാലഗംഗാധര തിലകനും ചേർന്ന് ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചു. സ്വയംഭരണമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1916-ലെ ലക്നൌ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ മിതവാദി തീവ്രവാദി വിഭാഗങ്ങൾ ഒന്നിച്ചു. ഒപ്പം കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ദേശീയ പ്രസ്ഥാനത്തിന് വലിയ കരുത്ത് നൽകി. ഇക്കാലത്ത് നിരവധി രഹസ്യ വിപ്ലവ സംഘടനകളും പ്രവർത്തിച്ചിരുന്നു. അനുശീലൻ സമിതി, ഭാരത് മാതാ അസോസിയേഷൻ, യുഗാന്തർ പാർട്ടി, ഗദർ പാർട്ടി തുടങ്ങിയവ സായുധ പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചു. ചുരുക്കത്തിൽ ബ്രിട്ടീഷ് ചൂഷണങ്ങൾക്കും വിഭജന നയങ്ങൾക്കുമെതിരെ ഉയർന്നുവന്ന സംഘടിത ചെറുത്തുനിൽപ്പാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനങ്ങൾ പിന്നീട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കൂടുതൽ ജനകീയവും ശക്തവുമായി മാറി.